OET സ്പീക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പല വീഡിയോസിലൂടെയും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതാണ്, എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാം. നമ്പർ 1, ഡോണ്ട് ഇൻട്രപ്റ്റ് യുവർ പേഷ്യൻറ്റ്. ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ എക്സാമിനർ റോൾ പ്ലേ കാർഡ് നടക്കുന്ന സമയത്ത് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ശ്രമിക്കരുത്. അവർക്ക് മാക്സിമം ടൈം കൊടുക്കുക. അവരെന്താണോ പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. സോ യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി. നമ്പർ 2, ഡോണ്ട് ടോക്ക് ടു ഫാസ്റ്റ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് എക്സാമാണ്, ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള ഓരോ ചിന്തകൾ വരുമ്പോൾ നമ്മൾ മാക്സിമം എല്ലാ പോയിൻറ്റ്സുകളും കവർ ചെയ്ത് പറയണമെന്നുള്ളൊരു ധൃതി ഉണ്ടാവും. ഒരിക്കലും ആ ഒരു ധൃതി അവിടെ കാണരുത്. നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു നോർമൽ ടോണാണ്. നമ്മുടെ പേസ് ഓഫ് ഡെലിവറി നോർമൽ ആയിരിക്കണം. ഒരുപാട് വേഗതയിൽ സംസാരിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ. നമ്പർ 3, ഡോണ്ട് യൂസ് മെഡിക്കൽ ടെർമിനോളജി. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി, അതായത് എക്സാമിനർ ആകട്ടെ അല്ലെങ്കിൽ പേഷ്യൻ്റ് ആകട്ടെ, അപ്പോൾ അദ്ദേഹം ഒരു സാധാരണക്കാരനായിരിക്കാം. അദ്ദേഹത്തിന് ഈ ഒരു മെഡിക്കൽ ടേംസ് ഒന്നും അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? സിമ്പിൾ വേർഡ്സിലൂടെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെഡിക്കൽ ടേംസ് എടുത്തിട്ട് അയാളെ ഇങ്ങനെ പേടിപ്പിക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ. നമ്പർ 4, ഡോണ്ട് ഷോ നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്. നമ്മൾ എപ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. ഒരാൾ സംസാരിക്കുമ്പോൾ മാക്സിമം അവരിലേക്ക് ഇങ്ങനെ ഒന്ന് ചാഞ്ഞ് അതായത് കൂനിയിരിക്കുക, സ്ലൗച്ച് ചെയ്തിരിക്കുക എന്നുള്ളതല്ല, ഒരു ചെറിയൊരു ബെൻഡ് കൊടുത്ത് അവരെന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അതൊരു പോസിറ്റീവ് വൈബാണ്. അത് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. ഒരിക്കലും ഇങ്ങനെ പറഞ്ഞോ എന്നുള്ള രീതിയിലൊന്നും ഇരിക്കരുത്. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വലിയ വലിയ അറിവുകൾ നേടാൻ പ്ലീസ് ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.